വീണ എസ് നായർ, അങ്ങ് പറഞ്ഞ ഒരു കാര്യത്തിന് ജിതിൻ ഇവിടെ മറുപടി പറഞ്ഞത് വ്യക്തമാണ്. അത് UDFന്റെ അടുത്ത കാലത്തെ രാഷ്ട്രീയ ബന്ധങ്ങളെ കുറിച്ചാണ്. നോക്കൂ, CPM ജമാഅത്തെ ഇസ്ലാമി ബന്ധവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കെതിരെ കടുത്ത രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വന്നിട്ട് മാവോയിസ്റ്റ് അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് എങ്ങനെ ആര് ബ്രീഫ് ചെയ്ത് കൊടുത്തു എന്നും എനിക്കറിയില്ല. പക്ഷേ മാവോയിസ്റ്റിനേക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റ് ചോദിച്ചോട്ടെ. ഓക്കെ, മാവോയിസ്റ്റ് അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ പറയുന്ന നിങ്ങളുടെ ജമാഅത്തെ ഇസ്ലാമി ബന്ധം അടക്കമുള്ള കാര്യങ്ങൾ അതിൽ അദ്ദേഹം രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമി UDFന്റെ ഘടകകക്ഷിയാണോ? ഇദ്ദേഹം ഇവിടെ BJPയുടെ പ്രതിനിധി മുസ്ലിം ലീഗിനെയൊക്കെ വല്ലാതെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് മറിക്കുന്നത് കേട്ടു. മുസ്ലിം ലീഗിനെ കുറിച്ച് ഞാൻ പറയട്ടെ, കേരളത്തിലെ ഞാൻ അറിയുന്ന ഏറ്റവും നല്ല സെക്യുലർ പാർട്ടികളിലൊന്നാണ് മുസ്ലിം ലീഗ്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന സ്മിജി ഉണ്ണികൃഷ്ണൻ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ താങ്കൾക്ക് ക്ലാസ് എടുത്ത് തരേണ്ട കാര്യമൊന്നുമല്ലല്ലോ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവിടെ പല ചർച്ചകളും, വർഗീയമായ ചർച്ചകൾ നടക്കുമ്പോൾ മലപ്പുറത്തെ DCC പ്രസിഡന്റ് ശ്രീ VS ജോയ് ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഞാൻ വായിക്കാൻ തയ്യാറാണ്. പക്ഷെ അത്രയും സമയം ഈ ചർച്ചയിൽ വിനിയോഗിക്കണമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് എനിക്ക് സംശയം. എങ്കിലും ഞാൻ വായിക്കാം. മലപ്പുറത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF പാനൽ ജയിച്ച കോൺഗ്രസ് ജനപ്രതിനിധികളുടെ എണ്ണം 666 ആണ്. അതിൽ അമുസ്ലിം സഹോദരങ്ങളുടെ എണ്ണം 319 ആണ് എന്ന് തുടങ്ങി അദ്ദേഹം വലിയ നീണ്ട ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ദയവേത് അങ്ങ് അതെടുത്ത് വായിക്കണം എന്ന് എനിക്ക് അഭ്യർത്ഥിക്കാനുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ വർഗീയതയെക്കുറിച്ച്, പച്ച വർഗീയതയെക്കുറിച്ച് മോദിയും താങ്കളടക്കമുള്ള ആൾക്കാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം ചുരുക്കം ദിവസങ്ങൾക്ക് മുമ്പ് ഒഡീഷയിൽ ഒരു വൈദികന്റെ വായിലേക്ക് ചാണകം തിരികെ കയറ്റിയ ഒരു വാർത്ത നമ്മുടെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് കാലത്തോട് അനുബന്ധിച്ച് CSI വൈദികനായിട്ടുള്ള മലയാളിയായിട്ടുള്ള ഒരു പാവപ്പെട്ട അച്ഛനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അടക്കമുള്ളവരെ കൺവേർഷൻ അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ അങ്ങ് ആക്രമിച്ച വാർത്ത മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ നിന്ന് വന്നത് നമ്മൾ കേൾക്കുകയുണ്ടായി. അപ്പോൾ എന്താണ് BJP ഈ രാജ്യത്ത് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഈ രാജ്യത്ത് ജീവിക്കുന്ന പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള ആളുകളോട് നമുക്ക് ചോദിച്ചാൽ മനസ്സിലാകും എത്ര പള്ളികൾ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പിന്തുണ UDF സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ, ഘടകകക്ഷിയാണോ അല്ലയോ എന്നുള്ളതല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പിന്തുണ UDF സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ? നോക്കൂ മാധു, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിന് ഞാൻ കൃത്യമായി ഉത്തരം പറഞ്ഞു. നമ്മുടെ ഘടകകക്ഷി അല്ല, നമ്മുടെ വിശ്വസിക്കുന്നില്ല. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു യുഡിഎഫിന്റെ ഘടകകക്ഷി അല്ല എന്നുള്ളത്. ഇവിടെ നോക്കൂ മാധു, ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ വരവിൽ ഞാൻ പറഞ്ഞു, അദ്ദേഹം പ്രൊപ്പഗേറ്റ് ചെയ്ത വിഭജന രേഖയ്ക്കപ്പുറം ജനങ്ങൾ പ്രതീക്ഷിച്ച ഒരു വികസന രേഖയുണ്ട്. ആ വികസന രേഖയെക്കുറിച്ച് മാധു പറഞ്ഞു, മാധു തിരുവനന്തപുരം കോർപ്പറേഷനിലെ വോട്ടർ അല്ല എന്ന്. ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വോട്ടറാണ്. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം മാധ്യമങ്ങളുടെ അടക്കം ശ്രദ്ധയിലേക്ക്, പൊതുജനങ്ങളുടെ ചർച്ചയിലേക്ക് ഇടാൻ എനിക്ക് താല്പര്യമുണ്ട്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം വികസനം അല്ലെങ്കിൽ നടക്കേണ്ട പ്രധാനപ്പെട്ട 2 കോർപ്പറേഷൻ ഏരിയ എന്ന് പറയുന്നത്, ഒന്ന്, എല്ലാ കോർപ്പറേഷനും തുല്യ പ്രാധാന്യമുണ്ട്, ഇല്ല എന്നല്ല, പ്രത്യേകിച്ച് തലസ്ഥാനം എന്നുള്ള നിലയിൽ തിരുവനന്തപുരവും അതുപോലെ എറണാകുളവും നമ്മളൊന്ന് പരിശോധിക്കാം. തിരുവനന്തപുരത്തെ പോപ്പുലേഷൻ ഒരു കോർപ്പറേഷനെ മെട്രോ സിറ്റി ആയിട്ട് പ്രഖ്യാപിക്കാൻ 10 ലക്ഷം, 1 മില്യണാണ് റിക്വയർഡ് ആയിട്ടുള്ള മിനിമം പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അത് 20 മില്യൺ വരെ ആയാൽ, 2 മില്യൺ വരെ ആയി കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്ന് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കാണാനിടയായി. പക്ഷെ വസ്തുതാപരമായി അത് 1 മില്യൺ ആണ്, 10 ലക്ഷമാണ്. 2011 സെൻസസ് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, തിരുവനന്തപുരം നഗരത്തിൽ ഏതാണ്ട് 10 ലക്ഷത്തിനോട് അടുത്ത് പോപ്പുലേഷൻ അന്ന് തന്നെയുണ്ട്. എറണാകുളത്തെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, 3.2 മില്യൺ ആണ്. ഈ വികസനത്തെക്കുറിച്ച് വായിട്ടലക്കി മറിക്കുന്ന ഈ BJPയുടെയും CPMന്റെയും ഒക്കെ നേതാക്കന്മാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യമാണ്, നമ്മൾ അർഹിക്കുന്ന വികസനം, തിരുവനന്തപുരത്തിന് മെട്രോ അടക്കമുള്ള വികസനങ്ങൾ, തിരുവനന്തപുരം നഗരത്തിന്, കേരളത്തിന് ഇന്നും എറണാകുളത്തിന് അപ്പുറത്തേക്ക് തിരുവനന്തപുരത്തോ കോഴിക്കോടോ ഒന്നും വരെ മെട്രോ കണി കാണാൻ ഇന്ന് വരെയും പറ്റിയിട്ടില്ല. ഇനി വിഴിഞ്ഞം റിംഗ് റോഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസനം, ഇനി ഒന്ന് കഴിഞ്ഞ ദിവസം
സ്വന്തം മാതൃഭൂമിയിൽ തന്നെയാണ് എന്നാണ് ഞാൻ ഓർക്കുന്നത്. റിംഗ് റോഡ് അപഹരിച്ച ജീവിതങ്ങൾ എന്നോ മറ്റോ പറഞ്ഞ് ഞാനൊരു സ്റ്റോറി കാണാനിടയായി. എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നതിന് ഏതാനും മീറ്ററുകൾക്ക് അപ്പുറത്ത് റിംഗ് റോഡിന്റെ മഞ്ഞക്കല്ലിട്ടിട്ട് വർഷം 2.5-3 വർഷമായി. അവർക്ക് ഗത്യന്തരമില്ലാതിരിക്കുകയാണ്. ആ പ്രോപ്പർട്ടി ഒന്നും ചെയ്യാം. ഇവിടെ വിഴിഞ്ഞം റിംഗ് റോഡ് വരുമെന്ന് പറഞ്ഞ് അത് കിട്ടാക്കനിയായി ഇങ്ങനെ കാത്തിരിക്കുന്ന അവസ്ഥയാണുള്ളത്. നാഷണൽ ഹൈവേയുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 66-നെ കുറിച്ച് 2 കൂട്ടരും റീലിട്ട് മറിക്കും. പക്ഷേ പൊളിഞ്ഞ് ഗർഡർ തലയിൽ വീണ് ആളുകൾ മരിക്കുന്ന നാഷണൽ ഹൈവേ വികസനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം ബാലരാമപുരം അണ്ടർഗ്രൗണ്ട് റൂറൽ കണക്ടിവിറ്റി എന്തായി? ഇവിടെ എന്ത് വികസനമാണ് ഇവര് കൊണ്ടുവന്നിട്ടുള്ളത്? അപ്പൊ വികസനം പരിഗണിക്കും എന്നുള്ള കാര്യം പിന്തുണ കൈ നിറയെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ബി ജെ പി പ്രതിനിധി വ്യക്തമാക്കുകയും ചെയ്തത്.